രാവിലെ ആദ്യം ഒരു ഗ്ലാസ് പാലും പിന്നെ 2 ചെറുതായി ചൂടാക്കിയ മുട്ട, അതായത് ബോയിൽഡ് വാട്ടറിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും ചൂടാവും. അതായത് ശരിക്കും പുഴുങ്ങിയെടുക്കില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതാണ് എൻ്റെ രാവിലത്തെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് തുടങ്ങാം. ഇവിടെ ഈ വില്ലേജിൽ വന്നപ്പോൾ, ഇവിടെ എൻ്റെ വില്ലേജാണിത്, മ്യാൻമാറിലെ കുട്ടികളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കുരങ്ങിൻ്റെ കുട്ടി കണ്ടില്ലേ, കുട്ടികളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപദ്രവകാരിയൊന്നുമല്ല. ഇത് മ്യാൻമാറിലുള്ള ആൾക്കാർ, ഇവിടെ ഗാർഡനിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന അവരുടെ വീടാണ്. ഇവരൊക്കെ ഇവിടെ എല്ലാ വീട്ടിലും കോഴികളെ വളർത്തുന്നുണ്ട്. അത് അവരുടെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി തന്നെയാണ്, കഴിക്കാൻ വേണ്ടി തന്നെ. ഇവിടെ ഒരു പ്ലാവിൽ ഇതുണ്ടോ, നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ ചക്കയാണ്. ചിലപ്പോൾ ഞാനിതൊന്ന് ഇവിടുന്ന് കൊണ്ടുപോകും വീട്ടിലേക്ക്. പക്ഷെ എന്താ ചെയ്യുക, ചക്ക കൊണ്ട്. ഇതൊക്കെ മ്യാൻമാറിലുള്ള ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ്. നമ്മുടെ സ്റ്റാഫല്ല. ഇതേണ്ട, ഇവരൊക്കെ ഇപ്പോൾ ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നോങ് വണ്ടിയായിട്ട് വന്നത്, ഞങ്ങൾ വണ്ടിയായിട്ട് വന്നത് രണോങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം, ഇവരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. നമ്മൾ രണോങ്ങിലേക്ക് പോവാണ്. സിം കാർഡ് റീചാർജ് ചെയ്യാൻ വേണ്ടി AISൻ്റെ ഓഫീസിൽ വന്നായിരുന്നു. നല്ല ഫ്രണ്ട്ലി സ്റ്റാഫ്. പെട്ടെന്ന് തന്നെ അവർ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചെയ്താന്നു. സിം കാർഡ് റീചാർജ് ചെയ്യാൻ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കാങ്ങിത് അവിടെ റൈസ്, പിന്നെ എഗ്ഗിൻ്റെ ഒരു ഐറ്റം, പിന്നെ ചെമ്മീൻ്റെ ഒരു ഐറ്റം, വേറെ ലോങ് ബീൻസ്, പിന്നെ ഞാൻ ഒരു ചിക്കൻ റൈസ്, പിന്നെ സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ ഷോപ്പിംഗ് മാളിൽ വന്നപ്പോൾ ഇവിടെ ഒരു ഫോണ് കണ്ടു കാങ്. അവൾക്കത് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അത് വാങ്ങാൻ പോവാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാങ് പുതിയ ഫോൺ വാങ്ങിയിട്ട് അതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. 2 സ്പീക്കർ ഫ്രീ ആയിട്ട് കിട്ടി. ഇതുണ്ടോ, നല്ല സൂപ്പർ അടിപൊളി. ഇതുപോലത്തെ 2 എണ്ണം, ഒന്ന് എനിക്കും ഒന്ന് അവൾക്ക്, 2 എണ്ണം ഫ്രീ ആയിട്ട് തന്നു ഇവർ. അതുകൂടാതെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണും തന്നു. നിറയെ പ്രൈസാണ് ഇവിടെ തായ്ലൻഡിൽ. അതുകൂടാതെ ഒരു ബാക്ക് കവറും എക്സ്ട്രാ. അടിപൊളി, ഫുൾ ഓഫർ കിട്ടിയെന്ന്. ഇതാണ്ടോ, ഒരു ബാക്ക് കവറും കിട്ടി. പിന്നെന്താ വേണ്ടത്? താങ്ക് യു സോ മച്ച്. കാങ് ഫോൺ വാങ്ങിയപ്പോൾ എനിക്കൊരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഫ്രീ കിട്ടി. അടിപൊളിയല്ലേ? ഇതിന് ഏകദേശം ഇവിടെ 650 ബാത്ത് ഉണ്ട്, 650 ബാത്ത് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടി. നോങ്ങിന് കോൾ അടിച്ചു. കാങ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുതിയ ഫോണാ അത് നോങ്ങിന് കിട്ടി. ഓ, ഈ മോർണിംഗ് മാർക്കറ്റിൽ വന്നപ്പോൾ ഇത് കണ്ടോ, നല്ല ചക്കച്ചോള വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 20 ബാത്തേ ഉള്ളൂ. ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ 2 സൈഡിൽ നിറയെ കച്ചവടക്കാരാണ്. പല ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട്, ഡ്രസ് ഐറ്റംസ് ഉണ്ട്, ലേഡീസിൻ്റെ കോസ്മെറ്റിക്സ് ഉണ്ട്. ഇതുണ്ടല്ലേ,
ഇവിടെ ഇതാ കുറച്ച് ലോക്കൽ ഫുഡ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, കറികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. ഇവിടെ ഇരുന്ന് കഴിക്കാം, പാർസൽ വേണമെങ്കിൽ പാർസൽ വാങ്ങിയിട്ട് കൊണ്ടുപോകാം. ഏതാ പ്രോൺസിൻ്റെ നിറയെ ഐറ്റംസ് ഉണ്ട്. ഹൗ മച്ച് ദിസ് കിലോ? ബൈ 1 കിലോ. ഇതെന്താ ലോബ്സ്റ്റർ 950 വാട്ട്. ചെറിയ തെരണ്ടി ഉണ്ടോ? ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്, അടിപൊളി. എന്താ രസം, അടിപൊളി മാർക്കറ്റ്. നല്ല ഫ്രഷ് മീനുണ്ട്. നോങ് എന്തൊക്കെയോ സീറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, നല്ല രസമുള്ളൊരു സാധനമാണ്. സ്വീറ്റല്ല, മധുരം ഉണ്ടാവില്ല, പക്ഷേ ചായ കോപ്പീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഇതാണ് സാധനം. നടന്ന് തളർന്നപ്പോൾ ഇതാ ഇവരടുത്തുനിന്ന് ഒരു ഫാൻഡ നല്ല ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് വാങ്ങി. താങ്ക് യു. അങ്ങനെ നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോവാം. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. നോങ് റെഡിയാണ് ഡ്രൈവ് ചെയ്യാൻ. ഇവിടെ നല്ല മഴ, അടിപൊളി മഴ. രണോങ്ങിൽ വണ്ടിയിലാണെങ്കിൽ നിറയെ മറ്റേ മ്യാൻമാറിലെ കുട്ടികളും ഇല്ലേ, അങ്ങനെ ഇവിടെ ഒരു പാർക്കിങ്ങിൽ കയറ്റിയിട്ട് വണ്ടി. വിശക്കുന്ന എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് കൂടുതലായിരിക്കും. മാക്രോയിൽ കയറിയിട്ട് ഒരു നല്ല ഒരു ചിക്കൻ സോസേജും പിന്നെ ഒരു ജ്യൂസും വാങ്ങി. അടിപൊളി. മഴയത്ത് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വിശക്കും. നല്ല മഴയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ കുളിരാ. മഴയും കൂടി പെയ്തപ്പോൾ അടിപൊളി കുളിർ, നല്ല കുളിർ. മഴ തുറന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഓക്കെ, കാങ്ങും നോങ്ങും കൂടെ എന്തോ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. മഴയെക്കുറിച്ചാണെന്ന് തോന്നുന്നു. ഇവിടെ ഇതാ നമ്മുടെ കൂടെ മ്യാൻമറിൽ നിന്നുള്ള ഒരു കൂടെ ഉണ്ട്. അദ്ദേഹം മ്യാൻമറിലുള്ള ഒരു ബുദ്ധമത പണ്ഡിതനാണ് അദ്ദേഹം. ഹലോ, മഴ ചോരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതുണ്ടോ, മ്യാൻമാറിലെ പെൺകുട്ടികൾ അവിടെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിലിട്ടിട്ടുണ്ട്. അവർക്കിതിൽ ഇരുന്നിട്ട് പോകണ്ടല്ലേ, മഴ പെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ലല്ലോ, ഗ്യാസൊക്കെ ഉണ്ട്. അപ്പുറത്തതാ ഒരു വണ്ടിയിൽ കുറേ ബുദ്ധമത വിശ്വാസികൾ, സന്യാസിമാർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മോർണിംഗ് മാർക്കറ്റിൽ നിന്ന് നേരെ വന്നത് മാക്രോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്, ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറ്റിയ സാധനങ്ങൾ വാങ്ങാൻ നോക്കാം. പിന്നെ എന്തായാലും ആ മ്യാൻമാറിലുള്ള ആ പെൺകുട്ടികൾക്ക് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞു. അവരുള്ളിലേക്ക് പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഉള്ളിൽ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നേ. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സാധാരണ വലിയ ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഒക്കെ പോലെയുള്ള ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റാണ്. ബേക്കറി ഉണ്ട്, പിന്നെ കണ്ടില്ലേ വിശാലമായ വലിയൊരു ഹൈപ്പർ മാർക്കറ്റായത്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് പല ഐറ്റംസും വാങ്ങാൻ വേണ്ടി. ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ. ഞാനിതിൻ്റെ വീഡിയോസ് കുറേ എടുക്കുന്നില്ല, കാരണം ഇതൊരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ സാധാരണ കാണുന്നതല്ല. ലുലു ഒക്കെ പോലെയുള്ള വലിയൊരു ഹൈപ്പർ മാർക്കറ്റ്. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതിൻ്റെയൊക്കെ സെക്ഷനാണിത്. ഞാൻ വെറുതെ ഒന്ന് ഓടിച്ചിട്ട് പോവാം.
എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതിനേക്കാളും 2-3 ഇരട്ടി പല വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമ്മുടെ നാട്ടിലില്ലാത്ത കുറേ ഐറ്റംസൊക്കെ ഇവിടെ കാണാൻ പറ്റും. വലിയൊരു ലോകം, ഒരുപാട് നടക്കാനുണ്ട്. ഇത് കണ്ടോ, ഫിഷിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള വലിയ തവള ഇറച്ചി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ് തവള. കണ്ടോ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഇന്ന് ഇവിടെ ഒരു വലിയ പാർട്ടി നടക്കാൻ പോവാ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ചെക്കന്മാരാണ്. അവരുടെ മ്യാൻമാറിൽ നിന്നുള്ള മോങ്, അതായത് മതപരമായ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെയുള്ള മ്യാൻമാറിലുള്ള ഏകദേശം ആൾക്കാർ ഇവിടെ വരുന്നു. അവരുടെ വീട്ടിലാണ് ഇത് ചെയ്യുന്നത്. കണ്ടില്ലേ, വെജിറ്റബിൾസൊക്കെ ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഇപ്പോൾ വാങ്ങിക്കൊണ്ടുപോകുന്നല്ലോ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പില്ല. ചെയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പാർട്ടിയൊക്കെ തുടങ്ങുമ്പോൾ വന്നിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം. നമ്മുടെ ചെറിയ കറുത്ത ആവലില്ലേ, ബ്ലാക്ക് പ്രോംപെറ്റ്, അതാണിത്. നല്ല ഫ്രഷ് കണ്ടപ്പോൾ വാങ്ങി. ചെറുതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. അപ്പോൾ ക്യാങ് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കറി വെക്കുകയോ ഫ്രൈ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല ഫ്രഷ് ഫിഷാണ് കേട്ടോ, അടിപൊളിയായിട്ട്. ഇതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള ആലോചിക്കട്ടെ. നമുക്കിന്ന് ഒരു അടിപൊളി രസം ഉണ്ടാക്കാം. രസവും പിന്നെ ഇവിടെ ഇത് കണ്ട, ഞാൻ മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. സിമ്പിൾ മസാല ഇട്ടത് അവലി, ബ്ലാക്ക് പ്രോംപെറ്റ്, അതാണിത്. മസാല ജസ്റ്റ് മുളക്, മഞ്ഞൾ, മല്ലിയല്ല, ഉപ്പ്, പിന്നെ കുറച്ച് ലെമണും ഉപയോഗിച്ചിട്ടുണ്ട്. നോർമൽ മസാല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ബ്ലാക്ക് പെപ്പർ നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് പെപ്പർ അതിലിട്ട് കൊടുക്കാം. ഈ ബ്ലാക്ക് പെപ്പർ കുറച്ച് കൂടിയിരുന്നാലും രസത്തിന് ടേസ്റ്റ് കുറയൊന്നുമില്ല, കൂടുകയുള്ളൂ. കാരണം ആ പെപ്പറിൻ്റെ ആ എരിവുണ്ടല്ലോ, അത് നല്ല സൂപ്പറായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം കുറച്ച് മതി. ഒരു ടീസ്പൂണൊക്കെ ഉപയോഗിക്കാം. ഈ ജീരകം ഈ രസത്തിന് നല്ല ടേസ്റ്റ് കൊടുക്കും, സൂപ്പർ ടേസ്റ്റായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ജീരകത്തിൻ്റെ ആ സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ. പിന്നെ ഒരു ചെറിയ നുള്ള്, കുറച്ച് മാത്രം, കുറച്ച് ഉലുവ. ഒരു വഴിക്ക് പോകുന്നതല്ലേ, കിടക്കട്ടെ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മുടെ പാത്രം അടുപ്പിൽ വെച്ചു. ഇനി കുറച്ച് വെളിച്ചെണ്ണ, കൂടുതൽ വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് മതിയാവും. ഒരു 2 ടീസ്പൂണ് അത്രേ വേണ്ടുള്ളൂ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ പൊടിച്ചു വെച്ചില്ലേ, അതായത് കുരുമുളക്, ജീരകവും കുരുമുളകും പിന്നെ കുറച്ച് ഇതും പൊടിച്ചതാണത്, ഉലുവയും കടുകും ജീരകവും കൂടി പൊടിച്ചത് നമ്മൾ അതിലേക്ക് ഇട്ടു. ഓക്കെ, അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ, അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് ചതച്ചെടുത്താണ്. ഇതിൽ ഇഞ്ചിയുണ്ട്, വെള്ളുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ഒരു വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അത് ചതച്ചെടുത്താണ്. അത് ചേർത്ത് കൊടുക്കാം. ആഹാ, ഇപ്പൊ തന്നെ നല്ലൊരു വാസന വരുന്നുണ്ട് ഇതങ്ങോട്ട് ഇടുമ്പോ തന്നെ. എന്താ വാസന വരുന്ന അറിയോ ഇപ്പൊ? സൂപ്പർ വാസന വരുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ
പണ്ടൊന്നും ഈ ഗാർഡനിൽ ഇത്ര ചൂടുണ്ടാവില്ല. എന്താ അറിയില്ല, ഇപ്പം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ല എനിക്ക് വേർക്കുന്നത്. പക്ഷെ ഞാനിവിടെ മുഖത്ത് ഒരു ക്രീം വരട്ടിയിട്ടിട്ടുണ്ട്. ഗിലി ഐലൻഡിൽ പോയപ്പോൾ ശരീരം മൊത്തം ചൂട് കൊണ്ട് ബേണായിട്ട് സ്കിന്നെല്ലാം പൊളിഞ്ഞു വരികയായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു ക്രീം വാങ്ങിയിട്ട് പുരട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫേസ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. പിന്നെ നമുക്ക് ഫേസിൻ്റെ ഭംഗി കാണിക്കാനല്ലല്ലോ അല്ലേ, നമുക്ക് ഇപ്പം രസം ഉണ്ടാക്കുക, അതാണ് ഇപ്പം മെയിൻ. ഇതിൻ്റെ ഈ പച്ച ചുവയിലൊന്ന് മാറാം, ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയോ ആ വെള്ളുള്ളിയുടെയൊക്കെ പച്ച ചുവയുണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടട്ടെ. അതൊന്ന് മാറിയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ആ എന്താ സുഖം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് കറിവേപ്പില. നമ്മൾ അവിടെ പോയി പറിച്ചുകൊണ്ടുവന്നില്ലേ, അതിനെ ഒന്നങ്ങ് ഞെരടിയിട്ട് അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് ഇതിലേക്ക് ഇറങ്ങും. ആഹാ, ഇതൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു നൊസ്റ്റാൾജിക്കൽ ഫീലാണ് വരുന്നത്. അടിപൊളി മോനെ, അടിപൊളി. ഇന്നൊരു രസം ഉണ്ടാകുന്നത് സംഭവം തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി. അധികം വേണ്ട, കുറച്ച് മതിയാവും. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടിട്ട് ആ മഞ്ഞളുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇനി നമുക്ക് പുളിവെള്ളം വേണ്ടില്ലേ. ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതിനെ നമുക്ക് കൈയൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് നന്നായി ഞെരടി ഇതുണ്ടോ, നല്ല രസം, നല്ലൊരു വാസന കിട്ടുന്നുണ്ട് എനിക്കിവിടെ. അത് വാസന എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി ഇങ്ങനെ. അതിലേക്ക് ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത്, നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി, കൂടിപ്പോണ്ട. പക്ഷേ ഇതിൽ പുളിയുള്ളതുകൊണ്ട് ഉപ്പ് കുറച്ച് മുമ്പിൽ നിൽക്കണം. അങ്ങനെ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് ഒരിക്കലും തിളച്ചു പോകാൻ പാടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് തിളക്കാൻ പാടില്ല. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കായത്തിൻ്റെ പൊടി. കുറച്ച് മതി, കായം കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും കൂടണ്ട, കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് അത്രേ വേണ്ടുള്ളൂ. ഇത് നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഒരു ടേസ്റ്റ് മാത്രമല്ല, നല്ലൊരു വാസനയും കിട്ടും. ഈ കായം ഇല്ലെങ്കിൽ രസം ഉണ്ടാക്കാൻ പറ്റൂല എന്ന് തന്നെ പറയാം. കായാണ് ഇതിൻ്റെ മെയിൻ. ഇനി ഇതിനെങ്ങനെ ചെറുതായി ഇത് തിളച്ച് വരുന്നത് തോന്നുമ്പോൾ നമ്മൾ മെല്ലെ പതുക്കെ ഇളക്കി കൊടുക്കണം. എന്താ അറിയോ, ഈ രസം ഒരിക്കലും തിളച്ച് പൊങ്ങാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ രസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇത് നോക്കൂ, നമ്മുടെ രസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടെ ഒന്ന് ചൂടാകുമ്പോൾ ഞാനിത് വാങ്ങി വയ്ക്കും. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, അടിപൊളിയായിരിക്കും. ഞാനിത് ഇന്നത്തെ ചോറിൻ്റെ കൂടെ ഞാനിത് എന്തായാലും കഴിക്കാൻ പോവാണ്. ഇനി ഒന്ന് മീൻ ഫ്രൈ ചെയ്യണം. നമ്മൾ മീൻ മസാല ചെയ്ത് വെച്ചില്ലേ, അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ്. ഇതിൽ
ഈ രസം ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാർ തക്കാളി ഉപയോഗിക്കും. ഞാൻ തക്കാളി ഉപയോഗിക്കാറില്ല. കാരണം എനിക്ക് രസത്തിൻ്റെ കൂടെ ആ പുളീൻ്റെ ആ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം. തക്കാളീൻ്റെ ടേസ്റ്റ് ആവശ്യമുള്ളവർക്ക് തക്കാളി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ മല്ലിച്ചപ്പും കൂടി ഇട്ടപ്പോൾ ഒരു നല്ലൊരു വാസന വരുന്നുണ്ട് എനിക്ക്. ഒരു സൂപ്പർ അരോമ എന്നൊക്കെ പറയില്ലേ. ഇത് നമുക്ക് ഈ ബാച്ചിലേഴ്സിന് ദുബായിലും മറ്റൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാം. അതിൽ കൂടുതൽ വെക്കണ്ട. ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് തിളപ്പിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക. വീണ്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഫുഡും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഞാൻ തിളക്കാൻ അനുവദിച്ചില്ല. തിളച്ച് വരുമ്പോഴേക്ക് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഈ ഫൗണ്ടൻ്റെ കുറച്ച് പണിയുണ്ട്, മെയിൻ്റെനൻസ്. അതാണ് ഞാനിതിങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതിൽ നിറയെ വലിയ മീനുണ്ട്. ഇപ്പോൾ വലിയ മീൻ കുറേ ഉണ്ടായിരുന്നു, എല്ലാം കുറേ നശിച്ചുപോയി. ഇതിനെ ഇനി ഒന്ന് റീബിൽഡ് ചെയ്യണം. കുറച്ച് ചിലവുള്ള കാര്യമാണ്, ചെയ്യാം. ഇതുപോലത്തെ 2 മീൻ ഇപ്പോൾ ഇതിലുണ്ട്. അതുണ്ട്, രണ്ടും വന്നിട്ടുണ്ട്. ഇതിൽ 8ഓളം മീനുണ്ടായിരുന്നു വലുത്. ഫൗണ്ടൻ ലീക്കായത് കാരണം ഞാൻ വെള്ളം കുറച്ചിട്ടതായിരുന്നു. നിറയെ വെള്ളം ഉണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്തതായിരുന്നു. Rasam รสชาติก็เหมือนคล้ายๆกับต้มยำบ้านเรานะ มันจะเปรี้ยวๆเหมือนต้มยำอ่ะ เปรี้ยวๆอร่อย อร่อยแล้วไม่ได้ใส่อะไรเลยใช่ไหม ก็ใส่ที่เขาทำอ่ะเมื่อกี้อ่ะ ไม่ใช่แล้วก็ไม่ได้ใส่เนื้อปลาเนื้อ ไม่ ไว้ต้นน้ Yeah. ำเนี่ย ป๊อปปี้ จะเปรี้ยว ഗുഡ്. അപ്പോൾ നമുക്കിനി മീൻ ഫ്രൈ ചെയ്യാം. മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഇതുണ്ടോ, നല്ല സൂപ്പറായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. അത് ഫ്രൈ ചെയ്യാം. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഫ്രൈ പാനിലേക്ക്. സാധാരണ ഞാൻ താഴെ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷെ താഴെ ഇപ്പം നല്ല ചൂടുണ്ട്, ഇവിടെ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കുക്ക് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതെന്തിനാ അറിയാം, ഒന്ന് കടുകിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ രണ്ടാമത് ഈ മീൻ ഈ ഫ്രൈ പാനിൽ അടിയിൽ പിടിച്ചു നിൽക്കില്ല. അതൊരു ടിപ്സും കൂടെയാണ്. അതിലൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ആരോമ ഉണ്ടാവും നമ്മുടെ മീനിന്. അത് കൂടാണ്ട് ഇതുപോലെ തന്നെ ഈ ഫ്രൈ പാനിൽ പറ്റി പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു ടിപ്സും കൂടിയാണ്. അതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. തായ്ലൻഡിൽ നല്ല ചൂടുണ്ട്. മീന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് രാത്രി ഞാൻ വീണ്ടും ഫ്രൈ ചെയ്യും. എല്ലാം ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല. ഒരു 4 മീൻ മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്യാം. ഒരു 4 മതി ഇപ്പോൾ ഉച്ചയ്ക്ക്. ആ വെളിച്ചെണ്ണയിലേക്ക് മീനങ്ങ് ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ആരോമയാണ്. ഇന്ന് ഞാൻ പൊളിക്കും, തകർക്കും മോനെ. രസവും മീൻ ഫ്രൈയും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ മീൻ കറിയും ഉണ്ട്. മാങ്ങാക്കെട്ട് വെച്ച മീൻ കറിയുണ്ട്.
തകർക്കും. ഇത് കഴിഞ്ഞിട്ടൊന്ന് വൈകുന്നേരം വേറൊരു പരിപാടിയുണ്ട്, അവിടെയും പോകണം. 4 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കുക്കാട്ടെ. നമുക്ക് മറ്റുള്ള പരിപാടികൾ കുറച്ചുണ്ട് എനിക്ക്, അതൊക്കെ ചെയ്യട്ടെ. അവിടെ ലേക്കിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും കാങ്ങും ഇവിടെ. ഇത് വാഴ ഇലയല്ല കേട്ടോ, ഇതിവിടെ വേറെ ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ ഇലയാണ്. ഇതിൽ ഇവർ പല ഫുഡും ഈ വാഴ ഇലയ്ക്ക് പകരം ഇത് ഉപയോഗിക്കും. നല്ല ടേസ്റ്റാണ്. ഇവിടെ റൈസ് ഉണ്ട്, പിന്നെ ഉപ്പുമാങ്ങയുണ്ട്, പിന്നെ മീൻ പൊരിച്ചതുണ്ട്, മീൻ ഫ്രൈ, പിന്നെ മീൻ തേങ്ങ കറിയുണ്ട്, തേങ്ങ അരച്ച കറി. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പപ്പായ ഇത് പച്ചടി അല്ല കേട്ടോ. പച്ചടി എന്ന് പറയുമ്പോൾ തേങ്ങയൊക്കെ ഒഴിച്ചിട്ടല്ലേ, ഇത് തൈര് മാത്രം ഒഴിച്ചിട്ടുണ്ടാക്കിയത്. പിന്നെ ഒരു തായ് സ്റ്റൈല് ഒരു പിക്കിളുണ്ട്, പിന്നെ കുറേ പച്ചക്കറികൾ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഉപ്പുമാങ്ങ കണ്ടോ, ഉപ്പുമാങ്ങയും അച്ചാറൊക്കെ ഇവിടെ ഇങ്ങനെ ടേബിളിൻ്റെ മുകളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇത് കഴിക്കട്ടെ ഞാൻ. ഓക്കെ. അപ്പോൾ അവരുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അവരുണ്ടാക്കുന്ന രീതി എന്നൊക്കെ ഒന്ന് കാണാം. ഇവിടെ കുറേ ആളുണ്ട്. ഇവരൊക്കെ ഫ്രണ്ട്സാണ്, കുടുംബക്കാരാണ്, പലരും ഉണ്ട്. ഈ വില്ലേജിലുള്ള എല്ലാ മ്യാൻമാറിലുള്ള ആൾക്കാരും ഒന്ന് ഇവിടെ വരും. ഹലോ. ഇവിടെ തകൃതിയായിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഇത് കണ്ടോ, ക്യാബേജൊക്കെ കൊട്ടക്കണക്കിന് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇത് കണ്ടോ, നിറയെ നൂഡിൽസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് അവിടെ ബോയിൽ ആവുന്നുണ്ട്. ഇവിടെ അവർ വെജിറ്റബിൾസ് കൊണ്ട് എന്തൊക്കെയോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇവിടെ വാട്ട് ഈസ് ദിസ്? കോക്കനട്ട്? കോക്കനട്ട് ഇവിടെ കോക്കനട്ട്, അതായത് തേങ്ങ പിഴുതിട്ട് അതിൻ്റെ പാലെടുക്കുകയാണ്. തേങ്ങ പിഴുതിട്ട് അതിൻ്റെ പാലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ ഇവർ താമസിക്കുന്ന വീട്. ഇവിടെ ഒരു ബാൽക്കണി, അതിൻ്റെ മുകളിലേക്ക് പിന്നെ വേറൊരു ബാൽക്കണി, പിന്നെ അതിനകത്ത് അവിടെ ഒരു ബെഡ്റൂം. നല്ല രസമല്ലേ? മുള കൊണ്ട് ചെയ്തതാ, മേലെ സിമെൻറ്റ് ഷീറ്റ് ഇട്ടതാ. വൈകുന്നേരമാണ് പരിപാടി, പക്ഷേ ഇവരിപ്പോൾ കുക്കിംഗ് ഒക്കെ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാ അവിടെ ചിക്കൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളുടെ ഇപ്പോൾ കുറച്ച് മുമ്പേ നിന്നൊഴുകി വരെ നമ്മളുടെ ലാൻഡിൻ്റെ നടുവിലൂടെയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ലാൻഡിൻ്റെ സൈഡിലേക്ക് വന്ന് ഇതിങ്ങനെ ഒഴുകി. ഇപ്പം മഴയില്ലാത്തതുകൊണ്ടാണ്. മഴയായി കഴിഞ്ഞാൽ നിറയെ വെള്ളമായിരിക്കും. ഒഴുകി നേരെ ഇങ്ങനെ ഒരു വലിയ പുഴയിലേക്കാണ് ചെന്ന് ചേരുന്നത്. കാങ് ഇതാ ഇവിടെ, കാങ്ങാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്. പണിയൊന്നും ചെയ്യില്ല, വെറുതെ കറങ്ങി ഇങ്ങനെ ഇതിൻ്റെ അകത്തു നിന്നെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കും. ഇവരെല്ലാം ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്യും, ക്ലീൻ ചെയ്യും, നല്ല ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം ഇവിടെ 4:30 മണിയായി. നമുക്ക് ആ മ്യാൻമാറുകാരുടെ അവരുടെ പാർട്ടിയില്ലേ, അവിടെ പോവാം. അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയോ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ കാണാം. പിന്നെ അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ കാണാം. ലോകം മുമ്പിൽ ഓടുന്നുണ്ടായിരുന്നു, ഞാൻ ഓടി പിടിച്ചു. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, വലുതായിട്ടില്ല, പക്ഷെ ചെറുതായിട്ട് ഇടിയെടുക്കുന്നുണ്ട്. കുറച്ച് മുമ്പ് ചെറുതായിട്ടൊരു കാറ്റും വീശിയിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അതാ
ഇടിയെടുക്കുന്ന കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ തന്നെയാ മ്യാൻമാർ, നമ്മുടെ ലാൻഡിൽ തന്നെയാണ് അവർക്ക് താമസിക്കാൻ വേണ്ടി നമ്മളൊരു സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് അവർ താമസിക്കുന്നത്, കുറേ വർഷമായിട്ടുള്ളതാ. അപ്പോൾ നല്ല മ്യാൻമാർ നൂഡിൽസും ചിക്കനൊക്കെ ഉണ്ടാവും. ഞാൻ അത്രയൊന്നും കഴിക്കില്ല, ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് കഴിച്ചതാ. വാഴ ഇലയിൽ നല്ല നാടൻ ഊണ്. അപ്പൊ ഇതാ നൂഡിൽസ് ഉണ്ട് പറഞ്ഞിട്ട് ചിക്കൻ നൂഡിൽസ് കഴിക്കാൻ. ഈ വില്ലേജിലെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ദിവസവും പരിപാടി ഉണ്ടാവും, നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ. ചിലതൊക്കെ പോവും, ചിലതൊന്നും പോവില്ല. മഴയൊക്കെ ആണെങ്കിൽ പോവില്ല. പക്ഷെ ഇതിപ്പോ എന്തായാലും പോകാണ്ടിരിക്കാനും പറ്റൂല, പോകണമെന്ന് ഞാൻ വിചാരിച്ചതപ്പോ. പിന്നെ നമ്മളെ ലാൻഡിൽ തന്നെ ഉള്ളത്. ഇവിടെ ഒരു വീട്ടില് കുറേ നായ്ക്കളുണ്ട്. ഈ നായ്ക്കളെല്ലാം ഇവിടെയുള്ള കാൽപ്പട്ടികളാണ്, കാരണം അവർക്ക് അത്ര ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നോങ്ങിനെ എപ്പോ കണ്ടാലും ഈ പട്ടികള് ബഹളം വെക്കും. ഇതുണ്ടോ, ഈ മാവുന്നാണ് ഞാൻ നേരത്തെ മാങ്ങ പറിച്ചോണ്ടത്. കുറേ മാങ്ങ ഇരിക്കുന്നുണ്ട്, ഇതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ആവശ്യത്തിന് മാങ്ങ ഞാൻ നേരത്തെ പറിച്ച് കൊണ്ടുപോയി. ഈ വില്ലേജില് നോങ് ഇവിടെ വരുമ്പോ ആർക്കും നോങ്ങിനെ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നോങ്ങിനെ അറിയാത്തവരായിട്ട് ഒരാളും ഇല്ല ഈ വില്ലേജില്. ഇവിടെയുള്ള പല അതായത് കുടുംബശ്രീയൊക്കെ പോലെയുള്ള പല പരിപാടികളുണ്ട് ഇവിടെ. അതിലൊക്കെ നോങ് എപ്പോഴും എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ടാവും. ഇതുണ്ടോ, ഇതിൻ്റെ അതിര്, ഇത് നമ്മളെ ലാൻഡാണ്. ഇതിൻ്റെ അതിര് ബാക്കിലോട്ട് പോകണം കുറച്ചുകൂടെ. ഇവിടെയാണ് ഇന്ന് പാർട്ടി നടക്കുന്നത്. കുറേ എല്ലാം മ്യാൻമാർകാരായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ തായ്ലൻഡുകാരല്ല, എല്ലാവരും മ്യാൻമാർകാരായിരിക്കും. നിറയെ ബൈക്കൊക്കെ ഉണ്ട്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Sabada zakawale do andra bisa do jiwada nana ubadana do waraka kanado anidana do badaya dadagada dada paramiyo dada uba paramiyo dada paramada paramiyo di amadida paramiyo disama pariksa lokada sariya nyadada sariya buddhada sariya di Deno Sariya Yomizima Bhavi Kama Okade Zade Avineka Mana Madana Sariya Bodhi Manenge Mara Vizaya Nabe Nyutanyana Pati Vedam Dhamma Saka Baba Odana Nawala Kudara Dhamedi Nabi Bime Buddha Kudai Kawai Vedwa Vedaliya Nidu Bhagara Dari Dukiya Mara Diparita Karoto Ayat amanana tirowiya karunya sedang ubatan bidwa มุตัสสะเพื่อนๆนะเพื่อนๆเมียนมา Yani da budani kamagadani Omani wayani wa adani me Kami wa budatu Agata jamuni sama ijo Adina dame na samati kevi Idami dame yarana panita Idina tisena suwati hodu Yeriya tisani wibawa yadi Namira binina kurebitani Isa bide hodi buta pamada Nadibawo adama mariyati
นังเกยรณาปานิจาเกเตนะเตเสนะโตติโกโตสาวกะดันนาสัพพะตยะเยตุธัมมะสัยยะโหติกายานิจิวุสิปิสิปิสังวิลาบันธังวะมิยานิจิเสสิสัตวะกายิสาวิปัมโมโตสัสสะมิดานานิอัปปะกะโตอิรัมปิสังเกยรณาเตเสนะโตติโกโตยานิดาปุรานิธัมมะกะนานิโอมานิวายานิวะอาตานิเกกระกระนวะมนุตาบุติตาโอดังนัพพะธัมมะโตติโกโตยานิดาปุรานิธัมมะกะนานิโอมานิวายานิวะอาตานิเกกระกระนวะมนุตาบุติตาธัมมะธัมมะธัมมะโตติโกโตยานิดาปุรานิธัมมะกะนานิโอมานิวายา Có đạo mà chết chết rồi lần ai vậy nào? Đối thế thì là uống được cái. ഈ മ്യാൻമാറിന്റെ ഫുഡ് ഉണ്ടല്ലോ ആ ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ ആ നല്ല സൂപ്പർ ടേസ്റ്റിയാ ഉം. ഈ നൂഡിൽസിന്റെ ഉം. 2-3 വെറൈറ്റി ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഉം.กูด സൂപ്പർ അലോയ് อร่อยเห็นมากอ่ะอันนี้คนทำแม่ ഞാൻ ครัว അല്ലാണ്ട് ട്രൈ ചെയ്ത് നോക്കി แม่ครัวคนสวยแม่ครัวหันมาหน่อย പാൻ്റെ หันหน่อยเอาคนน้องคนทำเอาพูดสิพูดสินี่มาตรงนี้หน่อยนี่คนนี้คนทำคนทำสวัสดีหน่อยค่ะ അവിടുന്ന് മ്യാൻമാറുകാരുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ ചെറുതായി ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. നല്ലൊരു അടിപൊളി കോഫി, ബ്ലാക്ക് കോഫി കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ. തായ്ലൻഡിലെ ബ്ലാക്ക് കോഫി കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാണ്. തായ്ലൻഡിലും ബാലിയിലും ബാലിനീസ് കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു കോഫി തന്നെ ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള. മറ്റതല്ല, ലോക്കല്ല, ബാലിനീസിൻ്റെ അവരുടെ ലോക്കൽസിൻ്റെ ഒരു കോഫി ഉണ്ട്. അതേപോലെ ഇവിടെയുണ്ട്, തായ്ലൻഡിലും ഉണ്ട്. അതാണ് ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.